മിരാജ് മൂവി കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമ ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഇതിൽ അപർണ ബാലമുരളി, ഹക്കീം ഷാ, ദീപക് പറമ്പോൾ, ആസിഫ് അലി ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സംവിധാനവും തിരക്കഥയും ജീത്തു ജോസഫാണ്. അതേപോലെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസ് അബ്രോൾ, അപർണ ആൻഡ് ജീത്തു ജോസഫ്. ഇവർ 3 പേരും ചേർന്നാണ് ഇതിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈം ത്രില്ലറിൽ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. സിനിമയിൽ ആദ്യം തന്നെ പേരിടുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ സിനിമ തുടക്കം മുതൽ അവസാനം വരെയും സസ്പെൻസുകളാണ്. 1ഉം 2ഉം സസ്പെൻസ് അല്ല, സിനിമ മുഴുവൻ സസ്പെൻസാണ്. സിനിമയുടെ 95% കഴിഞ്ഞിട്ടും സസ്പെൻസ് ഓപ്പൺ ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, ഈ സിനിമയുടെ ആ ത്രില്ലിങ് സസ്പെൻസൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അവസാനം പറയാം. പക്ഷേ ഈ ഒരു സസ്പെൻസ്, ഈ ത്രില്ലിംഗ് ആയ കാര്യങ്ങളൊക്കെ ഇവർ ആ കഥയ്ക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം നമുക്ക് എവിടെയൊരു സംശയം തോന്നാത്ത രീതിയിൽ, അപ്പോൾ ഓരോ കഥാപാത്രങ്ങളും തങ്ങളുടെ കാര്യങ്ങൾ അവിടെ സസ്പെൻസ് പൊട്ടിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് തോന്നാതെ അതിലൊരു ന്യായീകരണം കൊടുത്തുകൊണ്ട്, അവരുടെ ഭാഗത്ത് ഒരു ന്യായീകരണം കൊടുത്തുകൊണ്ട്, കഥയ്ക്കൊരു ന്യായീകരണം കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കഥ അവർ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സസ്പെൻസുകളും പോയിട്ട് അവസാനം പോയിട്ട് ഒരു പൂർത്തീകരണത്തിൽ എത്തുന്നുണ്ട്. ആ കാര്യം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഓക്കെയാണ്. പക്ഷേ സിനിമ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അവസാനം പറയാം. അപ്പോൾ സിനിമ പകുതി വരെ സിനിമയിൽ ആസിഫ് അലിയാണ് ഇതിൻ്റെ നായകൻ. പക്ഷേ ഒരു സുഖവും ഇല്ലാത്ത രീതിയിലാണ് ആസിഫ് അലി ഇതിൽ വന്നിരിക്കുന്നത്. പുള്ളിയുടെ കഥാപാത്രവും അങ്ങനെ, അഭിനയിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെ. കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ് പുള്ളി അങ്ങനെ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. പൊതുവേ പുള്ളി ഒരു സോഫ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷേ പല സിനിമകളും അദ്ദേഹം സോഫ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ നന്നായിരിക്കും. അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചു എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയുടെ പേര് പറയുകയാണെങ്കിൽ അത് ലെവൽ ക്രോസ് ആണ്. അതിൽ ഒരുപാട് ഭാവങ്ങൾ പുള്ളി ചെയ്തിരുന്നു. പക്ഷേ ബാക്കി ഞാൻ കണ്ട സിനിമകളൊക്കെ പൊതുവെ, എല്ലാ സിനിമകളും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഓർക്കുന്ന സിനിമകളിൽ പറയുകയാണ് പുള്ളി ഒരു സോഫ്റ്റായിട്ട് അഭിനയിക്കുക. അതേപോലെ തന്നെയാണ് ഇതിലും. പക്ഷേ ആ സോഫ്റ്റ് അഭിനയം ഈ സിനിമയിൽ ഒരു സുഖവുമില്ല. ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഇടവേളയ്ക്ക് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ടിക്കറ്റ് കയറുന്ന ആൾ ചോദിച്ചു എങ്ങനെയായിരുന്നു, ഒരു ലെവലും ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വന്നു. കാരണം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അപ്പോൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ആസിഫിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അതൊന്നും നടക്കുന്നില്ല. പുള്ളി ആക്ഷൻ ചെയ്യുന്നില്ല. അതേപോലെ പുള്ളിയിൽ ഭീകര സംഭവങ്ങളൊക്കെ വരാനും സാധ്യത എനിക്ക് തോന്നിയെങ്കിൽ അതും വന്നില്ല. ഒരു സുഖമില്ലാതാണ് അത് പോയത്. ഈ ഇടവേള എത്തുമ്പോഴേക്കും തന്നെ കുറേ സസ്പെൻസുകളൊക്കെ ഇവർ പൊട്ടിച്ചു. അപ്പോൾ ഇനി അവിടെ സസ്പെൻസ് ഇല്ല എന്നും തോന്നി. പക്ഷേ സിനിമയുടെ അവസാനം വരെ സസ്പെൻസുകൾ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഇതിൽ ഒരു കഥാപാത്രത്തിന് മറ്റൊരു കഥാപാത്രത്തോട് സംശയം തോന്നുന്നുണ്ട് ഇടവേള ആവുമ്പോഴേക്കും. ആ സംശയം പുള്ളി പറയുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. അത് മറ്റാരുമല്ല, ആസിഫ് അലി തന്നെയാണ് പറയുന്നത്. ഇതിൽ ഞാൻ കഥയൊന്നും പറയില്ല കേട്ടോ ഈ സിനിമയുടെ. അതുകൊണ്ട് അവസാനം വരെ എന്താണ് സംഭവിക്കുകയെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു തുമ്പും ഞാൻ പറയില്ല. പക്ഷേ ആസിഫ് അലിക്ക് ആ തോന്നുന്ന സംശയമുള്ള കഥാപാത്രം പുള്ളിക്ക് തോന്നാൻ കാരണം എന്ത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതൊക്കെ ഇടവേളയ്ക്ക് ശേഷം അതിൻ്റെ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കഥയുടെ പൂർത്തീകരണത്തിൽ എല്ലാം മനസ്സിലാവും. പക്ഷേ നമുക്ക് ഈ സിനിമയിൽ തുടക്കം മുതലേ ഒരു ലേഡി കഥാപാത്രത്തിൽ സംശയം വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് സംശയം വരാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം എനിക്ക് തോന്നി സംശയം. പക്ഷെ ആ ഒരു കഥാപാത്രത്തോട് സംശയം വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആസിഫിനൊന്നും അത് തോന്നിയിട്ടില്ല. ഇത് എന്തിങ്ങനെ പോകുന്നു തോന്നി. അപ്പോൾ പക്ഷേ ഇടവേള എത്തുമ്പോൾ ആ ഒരു ക്യാരക്ടർ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ലേഡി ക്യാരക്ടർ കേട്ടോ, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സസ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ തന്നെ സിനിമയ്ക്ക് കയറി. പിന്നെ മാത്രമല്ല, സിനിമയുടെ തുടക്കം മുതൽ ഇടവേള വരെയും ഇടവേള കഴിഞ്ഞും ഒരേ ഒരു കാര്യത്തിലാണ് തുമ്പ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഭവം, ഒരു സാധനത്തിൻ്റെ പേരിൽ അത് ഒരു വലിയ സുഖവുമില്ല. ആ കാര്യത്തിൽ തന്നെ എല്ലാവരും ഇങ്ങനെ പിന്നാലെ പോകുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭീകരമായ സംഭവങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണിത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. എന്നിട്ട് ഇടവേള കഴിഞ്ഞിട്ടോ പിന്നെയുണ്ട് പുതിയ പുതിയ സംഭവങ്ങൾ സിനിമയിലേക്ക് അരങ്ങേറുകയാണ്. ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ,
ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് തോന്നത്തക്ക രീതിയിൽ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കത്തക്ക രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ സിനിമയുടെ 90% എത്തുന്നവരെ എനിക്ക് ഈ സിനിമ ഇഷ്ടമേ ആയില്ല. അങ്ങനെ തന്നെ ഈ സിനിമ പോയിട്ടുള്ളൂ. എനിക്ക് സാധാരണ ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടമാണ്, എല്ലാ തരം മൂവികളും ഇഷ്ടമാണ്. പക്ഷേ അത് എടുത്തിരിക്കുന്ന രീതി, അവതരണമാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് അടിസ്ഥാനമായിട്ടാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുക. ഈ സിനിമയുടെ അവതരണം കൊണ്ട് എനിക്ക് 90% ഇഷ്ടമായില്ല. 90% കഴിഞ്ഞിട്ട് ഇവരൊരു സസ്പെൻസ് പൊട്ടിക്കുന്നുണ്ട്. അത് നല്ലൊരു സംഭവമാണ്. അത് ഞാൻ സിനിമയുടെ തുടക്കം മുതലേ പ്രതീക്ഷിച്ചിരുന്നു. ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സിനിമ നന്നാകുമായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. ഈ 90-95% കഴിഞ്ഞിട്ട് ആ സസ്പെൻസ് അവർ പൊട്ടിക്കുമ്പോൾ അവിടെ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും സുഖമില്ല. അവതരണം ഒന്നുകൂടി ഭയങ്കര, ഈ ബോഗൈൻവില്ല സിനിമയിൽ അതേപോലെ 11 മൂവി ഞാൻ കണ്ടിരുന്നു. അതിലൊക്കെയുള്ള ആ ഒരു ത്രില്ലിംഗ് ഒന്നും ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ സിനിമ 11 മൂവിയുടെ ഞാൻ പ്രത്യേകം പറയാം, ആ ഒരു തെലുങ്ക് സിനിമ ഡബ് ചെയ്ത് വന്ന് അതിലെ ത്രില്ലിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല. അതിൽ ലാസ്റ്റ് ഒരു സസ്പെൻസ് ഒക്കെ കൊടുത്തു, അതൊക്കെ നന്നായിരുന്നു. പക്ഷേ ഇതിൽ സസ്പെൻസ് അവസാനം എത്തുമ്പോഴേക്കും നല്ല സസ്പെൻസാണ്, അവതരിപ്പിച്ച രീതിയും അഭിനയവും എനിക്കത്ര അതൊന്നുകൂടി ചൂടാക്കാമായിരുന്നു, ഭീകരമാക്കാമായിരുന്നു, ഭയങ്കര ആക്ഷനൊക്കെ കൊടുക്കാമായിരുന്നു. ഒന്നുമില്ല. പക്ഷേ കഥയുടെ ആ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ആ സസ്പെൻസുകൾ കൊണ്ടുപോയിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നത് എവിടെയും നമുക്കൊരു സംശയം വരാത്ത രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ സിനിമ എനിക്ക് അവതരണത്തിൻ്റെ പ്രശ്നം കൊണ്ട് ശരിക്കും നല്ല രീതിയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ സിനിമ നന്നായിട്ട് എടുക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. മേക്കിംഗ് ഒക്കെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. പുള്ളി കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ ആസിഫ് അലിയും അപർണയും പിന്നെ വേറൊരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അവരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആ ക്യാമറ എടുത്തിരിക്കുന്നതൊക്കെ ഒരു നിഴൽ പോലെ വരുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാമായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ ഒരു നിഴൽ പോലെ വന്നിട്ടുണ്ട്. എല്ലാം അല്ല, ചില ഭാഗങ്ങൾ, ബാക്കിയൊക്കെ കുഴപ്പമില്ല കേട്ടോ. സിനിമാറ്റോഗ്രാഫി നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കഥാപാത്രങ്ങളുടെ കുട്ടിക്കാലം വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് അതിൽ പയ്യന്മാരും ഉണ്ട്, ചെറിയ പെൺകുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഭാഗം വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണ്. ആ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ വളരെ ഭയങ്കരമായിട്ട് കാണിക്കുകയാണെങ്കിൽ അവരുടെ മുഖം പോലും ഇതിൽ ശരിക്ക് അങ്ങോട്ട് വ്യക്തമായി കാണുന്നില്ല ആ കഥാപാത്രങ്ങളുടെ. അപ്പോൾ ആ കഥാപാത്രങ്ങളെ ഇതിൽ കാണിച്ചുകൊണ്ട് അത് ഭീകരമായിട്ട് കാണിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ഈ വലിയ കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് പ്രതിഫലിക്കും. അതായത് ചെറുതിൽ നിന്ന് അവർ വലുതാകുമ്പോൾ ഇവരിങ്ങനെ ആയതിൽ നിന്നാണ് ഇവരിങ്ങനെ എത്തുന്നത് എന്ന് വലിയ കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്കതൊരു നല്ല ഫീല് കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ദുർഗ എന്നൊരു കൊച്ചുകുട്ടി അഭിനയിച്ചിട്ടില്ലേ, ആ കുട്ടിയെ എവിടുന്നോ തേടി പിടിച്ച് ഇവർ അതിൽ വെച്ചതാണ്. ആ കുട്ടി എത്ര നന്നായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കല്യാണിയുടെ ആ ഭീകരതയിലേക്ക് എത്തുമ്പോൾ അത് എത്ര കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ലോക സിനിമയിൽ ആ കൊച്ചുകുട്ടിയും കല്യാണിയുടെയും വേഷങ്ങളാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത്. രണ്ടുപേരും നന്നായി ചെയ്തത് കൊണ്ടാണ് ആ സിനിമ ഈ ലെവലിൽ പോയത് കേട്ടോ. കല്യാണി മെയിനായിട്ട്. അപ്പോൾ കല്യാണീനെ മാത്രം മെയിനാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് വളരെ ലോ ലെവലിലാണ് ആ കഥാപാത്രം ഉള്ളതെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചെറുതിലേ അവർ ഭീകരമാക്കി വെച്ചിട്ട് പിന്നെ അത് കാണിച്ചപ്പോൾ എത്ര നന്നായിരുന്നു. അതേപോലത്തെ മാറ്ററുകൾ ഈ സിനിമയിലും വെക്കാമായിരുന്നു. പക്ഷേ ബാലതാരങ്ങളുടെ ഭാഗത്ത് ഒരു സുഖവും ഇല്ലാതെ പോയി, അത് ഭീകരമാക്കാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒരു നടനെയും അതേപോലെ ഒരു നടി, ഇതിൽ കുറേ പേര് ഉണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, അവരെ രണ്ടുപേരെയും വളരെ ഭീകരമായിട്ട് എടുക്കാമായിരുന്നു. എന്നാൽ ഒന്നുകൂടി നമുക്ക് ഈ കഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതിങ്ങനെ ഒരു കഥ പൂർത്തീകരണത്തിന് വേണ്ടി കൊണ്ടുപോയ പോലെയേ ഈ സിനിമയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലി ഈ സിനിമയിൽ ഒരു സഹനടനെ പോലെയേ പോകുന്നുള്ളൂ. ഒരു സീരിയസ് ആയിട്ട് പുള്ളി വരുന്നില്ല. പുള്ളിക്ക് നല്ല സീരിയസ് ആയ രീതിയിൽ ആദ്യം മുതൽ കൊണ്ടുപോകാമായിരുന്നു, അതും ഉണ്ടായിട്ടില്ല. അപ്പം കഥയൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് അവതരണം കൊണ്ട് എനിക്കങ്ങോട്ട് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല ത്രില്ലിങ്ങോ ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്ന് ലഭിച്ചില്ല.